രാജ്യത്തെ 10 അതീവ സുരക്ഷാ മേഖലകളിൽ കൊച്ചിയും കുണ്ടന്നൂർ മുതൽ MG റോഡ് വരെയുള്ള പ്രദേശത്താണ് കേന്ദ്രം അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചത്. രാജ്യത്ത് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് അതീവ സുരക്ഷാ മേഖലയായി കേന്ദ്രം കണക്കാക്കുന്നത്. കൊച്ചിയിൽ നേവൽ ബേസും കൊച്ചി കപ്പൽശാലയും പ്രവർത്തിക്കുന്ന പ്രദേശത്തെയാണ് അതീവ സുരക്ഷാ മേഖലയായി കേന്ദ്രം പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ എന്നിവിടങ്ങളിൽ 2 വീതവും, തെലങ്കാന, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ ഒരെണ്ണം വീതവും അതീവ സുരക്ഷാ മേഖലയായി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയിൽ ദേശീയ സുരക്ഷാ നിയമവും ഔദ്യോഗിക രഹസ്യ നിയമവും ബാധകമാണ്. ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രതിരോധ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുടെ ചിത്രമെടുക്കുന്നതിന് നിയന്ത്രണമുണ്ടാകും. ചാരപ്രവൃത്തി അടക്കം തടയുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആകാശ് തില്ലങ്കേരിയെ സഹായിക്കുന്നവർ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് പ്രവർത്തകർക്കും നേതാക്കൾക്കും CPM ജില്ലാ നേതൃത്വത്തിന്റെ താക്കീത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പങ്കെടുത്ത CPM തില്ലങ്കേരി ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച കർശന മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ആകാശ് തില്ലങ്കേരി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ CPM തിങ്കളാഴ്ച രാഷ്ട്രീയ വിശദീകരണം പൊതുയോഗം സംഘടിപ്പിക്കും.